നമസ്കാരം. പതിരും കതിരും. ഞാനൊന്നും മിണ്ടിയതുമില്ല, എന്നോടാരും കേട്ടതുമില്ല. ഞാനൊന്നും കണ്ടതുമില്ല, എന്നോടാരും പറഞ്ഞുമില്ല. ഇങ്ങനെ തുടങ്ങുന്ന ഒരു പഴയ നാടൻ പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് പറഞ്ഞ് ചിരിച്ചത് കേട്ടപ്പോഴാണ് ഈ പാട്ട് ഓർത്തു പോയത്. ഇടി എന്നോടൊന്നും മിണ്ടിയില്ല, എന്നോടൊന്നും ചോദിച്ചുമില്ല. വീണയുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറയുന്ന അക്കൗണ്ട് ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം ചാല മാർക്കറ്റിൽ നിന്ന് ഉഴുന്നും പരിപ്പും നെയ്മീനും വാങ്ങിച്ചതിൻ്റെ ബാക്കി ഒരു 10-250 കുണുവ കാണും. ഒന്ന് ആലോചിച്ച് നോക്കൂ സഖാക്കളെ. ഇടി പിണറായി വിജയനെ വേട്ടയാടുന്നേ, കൊത്തിപ്പറിക്കുന്നേ, പാർട്ടിയെ തകർക്കുന്നേ എന്നൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇക്കണ്ട തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയെന്ന് ഓർക്കണം. അതുകൊണ്ട് എന്താ 10-18 എണ്ണം അകത്ത് പോയി കിടക്കുകയാണ്. നല്ല വിശിഷ്ട വിഭവങ്ങൾ തന്നെ ജയിലിൽ കഴിയുന്നവർക്ക് കൊടുക്കാൻ പിണറായി വിജയൻ ഉത്തരവിട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ കാര്യമൊക്കെ മനസ്സിലായില്ലേ? താൻ കാരണം അകത്ത് പോയ 18 സഖാക്കളെയും അവരുടെ കുടുംബത്തെയും ഓർത്ത് പിണറായി വിജയൻ ഉറങ്ങിയിട്ട് 2-3 ദിവസമായി. നെയ്മീൻ കറി ഇല്ലാതെ ഊണിറങ്ങാത്ത പിണറായി വിജയൻ ഇന്നലെ റേഷനരി കൊണ്ടുള്ള കഞ്ഞിയാണ് കുടിച്ചത്. മകൻ ജീവപര്യന്തം കഴിഞ്ഞ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് വരെ വീട്ടിൽ നിലത്ത് കിടന്ന നരസിംഹത്തിലെ ജസ്റ്റിസ് ഉണ്ടല്ലോ, മാറഞ്ചേരി കരുണാകര മേനോൻ, അദ്ദേഹത്തെ പോലെയാണ് പിണറായി വിജയൻ ഇപ്പോൾ. ജയിലിൽ പോയ എൻ്റെ പിള്ളേർ ഇറങ്ങി വരും വരെ ഞാൻ സപ്രമഞ്ചത്തിൽ കിടക്കില്ല എന്ന് പറഞ്ഞ് നിലത്ത് വിരിച്ച കൈതോല പായയിൽ കിടക്കുകയാണ്. ഒരു അലൂമിനിയം പാത്രത്തിലാണിപ്പോൾ കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ ആത്മപീഠകൾ സ്വയം ഏറ്റുവാങ്ങുകയാണ് ഈ ത്യാഗി. പുറത്ത് തനിക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്യാൻ സഖാക്കൾ മൂടുതിരങ്ങൾ സമരം നടത്തുമ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് ആരാധകരെ ശാന്തരാഘവനെന്ന് പിണറായി പറയുമെന്ന് കരുതി. ഉണ്ടംപൊരി ചിറ്റപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പാർട്ടി പ്രവർത്തകരല്ല വാഹനങ്ങൾ തടഞ്ഞതും അക്രമം ഉണ്ടാക്കിയതും ആരാധകരാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച ഒരു നേതാവിൻ്റെ മകള് മാസപ്പടി വാങ്ങിയതിന് ഉണ്ടയെറിയാനും കട്ടയെറിയാനും മുട്ടയെറിയാനും ഇറങ്ങിയവന്മാരെ എന്ത് വിളിക്കണം? മുട്ടയെറിഞ്ഞ ആ ധീരനായ യോദ്ധാവുണ്ടല്ലോ ബിനു, അയാളെ ഇപ്പോൾ ബുൾസൈ ബിനു എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ആ സുന്ദരക്കുട്ടപ്പൻ്റെ പടമൊക്കെ ഇട്ട് വീട്ടിലിരിക്കുന്ന ഓരോ അന്തങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്ക് തീപ്പന്തമായി കത്തിപ്പടരണം സഖാവേ. നിനക്കൊക്കെ ശമ്പളവും പെൻഷനും വാങ്ങി വീട്ടിലിരുന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി. മുട്ടയെറിഞ്ഞവനൊക്കെ ഇപ്പോൾ ആസനത്തിൽ മുട്ട വെച്ചാൽ വേവുന്ന പരുവത്തിലാണ് ജീവിക്കുന്നത്. നോക്കണേ, ഇത്രയൊക്കെ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ട് ഗോവിന്ദനും നേതാക്കന്മാരും വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴും പൂമരൻ സഖാവ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, ഇങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ സമരം, നിങ്ങൾ അക്രമം എന്താണെന്ന് കണ്ടിട്ടില്ല, അതിന് വരാനിരിക്കുന്നതേയുള്ളൂ. എവിടെയൊക്കെയോ എന്തൊക്കെയോ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ചെറുപ്പക്കാരെയും ഗുണ്ടകളെയും എല്ലാം വിളിച്ചുകൂട്ടി കടകംപള്ളിയും ശിവൻകുട്ടിയും പ്രശാന്തും ജോൺ ബ്രിട്ടാസും ആനാവൂർ നാഗപ്പനും കൂടിയാണ് ഈ പണികളെല്ലാം ഒപ്പിച്ചു വെച്ചത്. സമരത്തിൻ്റെ മുൻനിരയിൽ ഗോവിന്ദനും വന്നിരുന്നു. ഉടയാത്ത മുണ്ടും ഉലയാത്ത ചിരിയുമായിരുന്നു ആ ഇരിപ്പിന്. ആദ്യം ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമായിരുന്നു. ഇവരെങ്ങനെയാണ് കേസിൽ നിന്നും ഒഴിവായത്? അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്നവൻ പ്രതിയല്ലാതെ എന്തോന്ന് കേസ്? ബ്രിട്ടാസിൻ്റെ മുഖത്തെ ചായമൊക്കെ ഇളകിയ നിലയിലാണിപ്പോൾ. സമരത്തിൻ്റെ മണമടിച്ച ലുട്ടാപ്പിയാണ് മിടുക്കൻ. അപ്പോൾ തന്നെ കുന്തത്തിൽ കയറി വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ഈദ് ആഘോഷിച്ചു. നോക്കൂ, കോടികൾ മുഖ്യ വീണ തായ്ക്കണ്ടിയും പാർട്ടി നേതാക്കന്മാരും വീട്ടിലിരിക്കുന്നു, സുഖിക്കുന്നു. പാവം സഖാക്കളെല്ലാം അകത്ത് കിടക്കുന്നു. തൻ്റെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിനെ പറ്റി ഓർത്തുള്ള കരച്ചിൽ മാത്രമാണിപ്പോൾ വീണ തായ്ക്കണ്ടിക്കുള്ളത്. ഇനി എന്തു ചെയ്യും ഡാഡി എന്ന ഒറ്റ ചോദ്യമല്ലാതെ ഏതവനൊക്കെ തനിക്ക് വേണ്ടി അകത്ത് പോയി കിടക്കുന്നു എന്നോർത്ത് വീണ തായ്ക്കണ്ടിക്ക് കരയേണ്ടതില്ലല്ലോ. എന്തായാലും ഇതോടെ ഒരു കാര്യം ഇനി മനസ്സിലായി. പട്ടാപ്പകൽ ഇടി വന്ന് പിണറായി വിജയൻ്റെ കൺമുമ്പിലൂടെ മകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചിറക്കിക്കൊണ്ട് പോയാലും ഒരു കമ്മിയും ഇനിയും കുന്തിളിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. ഇ.ഡി. ഉദ്യോഗസ്ഥർ കയറിയ കാറ് തല്ലിപ്പൊട്ടിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെക്കുമെന്നും ഒരു 5-6 എണ്ണമെങ്കിലും താഴെ വീഴുമെന്നുമൊക്കെ കരുതിപ്പോയി ഈ സഖാക്കൾ. ഇപ്പോൾ അവർ ചോദിക്കുന്നത് കേരള പോലീസ് പരാജയപ്പെട്ടുവെന്നും എന്തുകൊണ്ട് ഞങ്ങളെ പിന്തിരിപ്പിച്ചില്ല എന്നുമാണ്. പിണറായി വിജയൻ്റെ വീട്ടിൽ 8 മണിക്കൂറോളമാണ് ഇ.ഡി. സംഘം റെയ്ഡ് നടത്തിയത്. ഒറ്റ അക്ഷരം പോലും അവർ പിണറായി വിജയനോട് ചോദിച്ചില്ല. ഇക്കാര്യം അദ്ദേഹം ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും മാളത്തിൽ നിന്നും പുറത്തു വന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു? പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണെന്നും കൊത്തിപ്പറിക്കാൻ വരുന്നവർക്കെതിരെ ഈ നില തുടരണമെന്നും. തങ്ങളിൽ ചെയ്യുന്ന ധീരകൃത്യങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണെന്നാണ് ഈ പാവങ്ങളും അവരുടെ കുടുംബവും ധരിച്ചു വച്ചിരിക്കുന്നത്. പാർട്ടി എന്നാൽ പിണറായി വിജയനാണെന്നും
പിണറായിയുടെ കുടുംബ ട്രസ്റ്റിന് വേണ്ടിയാണ് ഈ പാർട്ടിയെന്നും അവർക്കറിയില്ല. ആര് വീണാലും ചത്താലും ഷോ മസ്റ്റ് ഗോൺ എന്ന് പറയുന്ന സർക്കസ് മുതലാളിയെ പോലെയാണ് പിണറായി വിജയൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ബേക്കറി ജംഗ്ഷനിലെ ആ വാടക വീട് എത്ര ആഡംബര സൗധമാണെങ്കിലും ഒരു അപശകുനമാണ് പിണറായിക്ക്. ആ വീട്ടിൽ ആദ്യമായി വന്നു കയറിയ വിരുന്നുകാരൻ VD സതീശനാണ്. സതീശൻ അവിടെ കാല് വെച്ചപ്പോഴേ പിണറായിക്കും കുടുംബത്തിനും കണ്ടകശനി തുടങ്ങി. ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് എത്ര മനുഷ്യരുടെ ഉറക്കം കെടുത്തി വീടുകളിൽ പോലീസിനെ റെയ്ഡിന് വിട്ട പുള്ളിയാണ് ഈ പിണറായി. ഇപ്പോൾ ദേ ഇരിക്കണോ 8 മണിക്കൂർ പല്ലും കോത്ത് EDക്ക് മുമ്പിൽ. ഗൗതമ മഹർഷി ദേവേന്ദ്രനെ ശപിച്ച പോലെ സഹിച്ചീടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം.